പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വയം സഹതാപം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. പലപ്പോഴും പല ആളുകളും അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. അത് അനുഭവിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷയമൊന്നുമല്ല. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതല്ലേ, നിങ്ങളെ കുറിച്ചുള്ള കോൺഫിഡൻസോടുകൂടി പരിഹരിക്കാം എന്നൊക്കെ വലിയ വായിൽ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ മാനസിക രോഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഈ രോഗത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആളുകളോട് അതിനെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുക. പുറത്ത് കോൺഫിഡൻസ് കാണിക്കുന്ന വലിയ രീതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അതത്ര പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ സോഷ്യൽ മീഡിയ, യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ മനഃശാസ്ത്ര കാര്യങ്ങൾ പറയുന്നവരും സൈക്കോളജിസ്റ്റുമാരെയും വളരെ കൃത്യമായിട്ട് അവരുടെ ക്ലിനിക്കൽ സൈക്കോളജി നിലവാരം, അവരുടെ ഏത് കോഴ്സ് പഠിച്ചു, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ, അവർക്ക് മാത്രമാണ് കൗൺസിലിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകാരം കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ അതാണ് നിയമപരമായിട്ട് പാടുള്ളൂ. നമുക്കും ഏറ്റവും നല്ലത് അത്തരമൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കലാണ്. അല്ലാത്ത ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ ഏതെങ്കിലും തെറാപ്പികളോ മറ്റോ എടുത്ത് കുഴപ്പങ്ങളിലേക്ക് ചാടാതെ ശാസ്ത്രീയമായ രീതികൾ മാത്രമായിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ ഒരു കാര്യത്തിലുണ്ട്. ഇത് നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായിക്കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകളെ കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതിരിക്കുക. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദുരിതങ്ങളും ദുരന്തങ്ങളും ആയിരിക്കുന്നു എന്ന് പറയുക. ഇവിടെയാണ് സ്വയം സഹതാപം കടന്നു വരുന്നത്. ജീവിതത്തോടൊരു താല്പര്യമില്ലായ്മ. ജീവിതം ഏതൊക്കെയോ രീതിയിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ മാത്രം എല്ലായ്പ്പോഴും ദുരിതമാണ് ഉണ്ടാകുന്നത്, ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. ഞാൻ എന്താണ് ഇങ്ങനെയായി പോയത്? എൻ്റെ വീട്ടുകാരെന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ കേൾക്കുന്നില്ല, എൻ്റെ അമ്മയും അച്ഛനും എന്നെ കേൾക്കുന്നില്ല എന്ന് തുടങ്ങി എൻ്റെ കൂട്ടുകാരും അവരെന്നോട് നല്ല രീതിയിലല്ല പെരുമാറുന്നത് എന്നൊക്കെ പല രീതിയിലാണ് സ്വയം സഹതാപം മനുഷ്യർക്ക് കടന്നു വരാറുള്ളത്. ഒരു മനുഷ്യന് സ്വയം സഹതാപം ബാധിച്ചു കഴിഞ്ഞാൽ ആ സ്വയം സഹതാപം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് എളുപ്പം സാധ്യമാകുന്ന രീതികളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. വളരെ നല്ല പണിപ്പെട്ടുകൊണ്ട് മാത്രമേയാണ് അതൊന്ന് പുറത്തു കിടക്കാൻ പറ്റൂ. ആദ്യം നമ്മൾ ഈ രോഗം എന്താണ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമുക്ക് നമ്മുടെ ജീവിതത്തോട് ഒരു താല്പര്യം ഇല്ല എന്ന തോന്നലുകൾ വരും. പല സ്വയം സഹതാപമുള്ള ആളുകളുമാണ് അത് വിഷാദവുമായി കൂടിക്കടന്നുകൊണ്ടാണ് ആത്മഹത്യകളിലേക്ക് ശ്രമിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന പല സുഹൃത്തുക്കളും അത്തരം അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജീവിതം വെറുതെ പോകുന്ന ഒരു ശൂന്യതയിലേക്കാണ്, തൻ്റെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള ചിന്ത, ഒരുതരം അരാജകവാദ പരമാർന്ന ചിന്ത. എന്നാലോ ഈ ലോകത്തിലെ ഭംഗി ആസ്വദിക്കാനോ ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ഒന്നും അവർക്ക് സാധ്യമല്ല. പല ശ്രമങ്ങളും അവർ നടത്തി നോക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണിക്ക് പോകാതിരിക്കുക, പണിക്ക് പോകാൻ പറ്റുന്നില്ല. അതേപോലെ ഒരു കാര്യങ്ങളിലും ഒരു യാന്ത്രികമായ ജീവിതം, ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലായ്മ, ആളുകളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റായ്മ, ഇതൊക്കെ സ്വയം സഹതാപത്തിന്റെ പല പല ലക്ഷണങ്ങളാണ്. നിരാശ കലർന്ന തൻ്റെ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ഉള്ള ചിന്ത, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സംസാരം കേൾക്കുന്നതിന് പകരം വേറെ ഏതോ ലോകത്താണ് എന്നുള്ള തോന്നൽ. താൻ വേറെ ലോകത്തായിരിക്കും, താൻ തന്നുമായിട്ട് കമ്പയർ ചെയ്യാം. ഒരു നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാം, മറ്റുള്ള ആളുകളെയൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം സ്വയം സഹതാപത്തിന്റെ കുഴപ്പങ്ങളാണ്. ഇവിടെ ഉണ്ടാകുന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ സ്വയം സഹതാപം ബാധിക്കപ്പെട്ട ആള് ചില സമയങ്ങളിൽ മറ്റുള്ള ആളുകളിൽ കൂടുതൽ ആശ്രയത്വം ഉണ്ടാക്കാനായിട്ട് അവർ തന്നെ കെയർ ചെയ്യണം എന്ന ആ രീതിയിൽ എൻ്റെ ജീവിതം വല്ലാത്തൊരവസ്ഥയാണ്, എനിക്കിപ്പോഴും ദുരന്തങ്ങളാണെന്ന് പറഞ്ഞ് മറ്റുള്ള കാണുന്ന ആളുകളോടൊക്കെ ഇവർ പറയും. ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്വയം ഇരയായിട്ട് ഈ വ്യക്തി അറിയപ്പെടാനും തനിക്കൊരു കെയർ വേണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ എന്നും ഇത് തന്നെ പല്ലവിയായിരിക്കുകയും അവർ ഇയാളെ തടയുകയും ചെയ്യും. അപ്പൊ കൂടുതൽ സ്വയം സഹതാപത്തിലേക്ക് പോകും. തനിക്ക് ആരുമില്ല, തനിക്ക് സുഹൃത്തുക്കളില്ല, വേണ്ടപ്പെട്ടവർ തന്നെ കേൾക്കുന്നില്ല. അവിടെയും ഇയാൾ പരാതി പറയാൻ, തൻ്റെ ജീവിതം എന്താണ് ഈ ഒരു നിരാശ കലർന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഒന്നും നല്ലത് നടക്കുന്നില്ല. രാവിലെ ഞാൻ ഇറങ്ങി, ആ ഇറങ്ങുന്ന സമയത്ത് ബസ് കിട്ടിയില്ല,
മഴയാണ്, മഴയത്ത് നടക്കാൻ പറ്റുന്നില്ല, ബസ്സിന് സ്ഥലമില്ല, അവിടെ കയറി കഴിഞ്ഞ് പൈസ എടുക്കാനായിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ ആ പേഴ്സ് വീണ്, ഞാനൊന്ന് കുനിഞ്ഞപ്പോൾ ബാക്കിൽ ഒരാളുടെ അടി എനിക്ക് കിട്ടി. ഇത്തരത്തിലേക്ക് തൊടുന്ന കാര്യങ്ങളെല്ലാം കുഴപ്പം. എന്തിനാണോ രാവിലെ ഇറങ്ങിത്തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ സെക്യൂരിറ്റി തൊട്ട് ബാങ്ക് മാനേജർ വരെ ചീത്ത വിളിക്കുന്നു, ബസ്സിലെ കണ്ടക്ടർ ചീത്ത വിളിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ വീട്ടിലത്തെ തെറി വേറെ. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ പ്രതിസന്ധികളും താൻ ഇങ്ങനെ ഒരു ഭാഗ്യം കെട്ടവനാണ് എന്ന് കരുതുക. ഇവിടെ ഈ സ്വയം സഹതാപമുള്ള ആളുകളെ പലപ്പോഴും ചൂഷണം ചെയ്യുന്നത് ഈ സന്ദർഭങ്ങളിൽ വിശ്വാസികളാണെങ്കിൽ ഇവരാണ് ജ്യോത്സ്യത്തിലും മറ്റ് പല പരീക്ഷണങ്ങളിലേക്കും മുതിരും. അപ്പൊ അതിലൂടെ തനിക്ക് തൻ്റെ ഈ അവസ്ഥയെ മറികടക്കാം എന്നൊക്കെ പാവപ്പെട്ടവർ കരുതാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു മാനസികമായ അവസ്ഥയാണ്. നമ്മളിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മൾ സ്വയം സഹതാപമുണ്ടോ, നമ്മൾ സെൽഫ് പിറ്റിയിലാണോ എന്നാണ്. മറ്റുള്ള ആളുകളെ നമ്മൾ കൂടുതൽ ആശ്രയിച്ചുകൊണ്ടോ അവിടെ നമ്മൾ ഒരു ഇരയായി പ്രൊജക്ട് ചെയ്തുകൊണ്ടോ നമ്മുടെ സ്വയം സഹതാപം മാറില്ല. അത് നമ്മുടെ വേറെ രോഗാവസ്ഥയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏറ്റവും പ്രധാനം ഈ സ്വയം സഹതാപം എന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ നമ്മൾ ഈ രോഗമുണ്ട്, നമ്മൾ സ്വയം സഹതാപത്തിലാണ് എന്ന് തിരിച്ചറിയുക. അതിൻ്റെ ആദ്യത്തെ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒരു ദിവസം, ഇന്നത്തെ ദിവസത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ ഉണ്ടായ പ്രശ്നം, നമുക്ക് മഴ പെയ്തു, നമ്മൾ കുട എടുത്തില്ല, നമ്മൾ വണ്ടി കയറി മൊത്തം മഴ നനഞ്ഞു, തിരക്കുള്ള ബസ്സാണ്, ആളുകളെ തൊട്ടു, അല്ലെങ്കിൽ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് കണ്ടക്ടറെ ചീത്ത പറഞ്ഞു, നമ്മുടെ അടുത്ത് ചില്ലറ ഉണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ബാങ്കിൽ പോയ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു ദിവസത്തിലെ മുഴുവൻ സംഭവങ്ങളെ നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മാനസിക നില ശരിയല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് നമുക്ക് മാത്രമല്ല, ഇതേപോലെ പല ആളുകൾക്കും സംഭവിക്കാം. നമ്മളൊരു കുടയൊക്കെ എടുത്ത് ഇറങ്ങി നല്ലൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളധികം മേത്ത് വെള്ളമൊന്നും ആവാതെ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ അവിടെ വെള്ളത്തോടു കൂടി ഒരാൾ കയറി വന്നാൽ നമുക്കുണ്ടാവും മാനസികാവസ്ഥ. നമ്മൾ അവിടെ ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാം. നമുക്കിത് സംഭവിച്ചു പോയി. ഇതിന്റെ കാരണം നമ്മൾ ഇതിന് വേണ്ടത്ര തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല. പരാജയം സംഭവിക്കാനായിട്ട് നമ്മളിലൊരു കുഴപ്പമുണ്ട്. ഇത് നമ്മൾ അനലൈസ് ചെയ്യുക. ഇതാണ് ആദ്യമായിട്ട് ഏതൊരു സംഭവം ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ദിവസത്തെ കാര്യമാണ്, ഇതല്ല നമ്മുടെ ജീവിതത്തിലെ വലിയ രീതിയിൽ കടം ബാധിച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട്. നമ്മൾ ആദ്യം ഈ കടം നമുക്കുണ്ട് എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട്, ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, എനിക്ക് കടമുണ്ട്, ഇനി എനിക്ക് ഇവിടുന്ന് പുറത്തു കിടക്കണം. പല പരാജയങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ കാര്യവും കാരണവും ഒക്കെ ഇപ്പൊ വിലയിരുത്താനൊക്കെ ആയിട്ട് നിൽക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് കടന്നു വരേണ്ടത് എനിക്ക് പ്രശ്നം എൻ്റെ കടമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ഈ കടത്തിന് കാരണമായ കാര്യങ്ങളിൽ കുഴപ്പമുണ്ടായിട്ടുണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. അവിടെ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്ന പകരം എൻ്റെ പ്രശ്നമാണല്ലോ എനിക്ക് പരിഹരിക്കാൻ പറ്റുക, ഞാൻ അതിലേക്ക് വരേണ്ടതുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ സ്വയം മനസ്സിലാക്കുകയും സ്വയം ദയ കാണിക്കുകയാണ്. എങ്ങനെയാണ് സ്വയം ദയ കാണിക്കുക? ഞാൻ എന്നോട് തന്നെ പറയണം, അത് സാരമില്ലടാ, അതുപോട്ടെ. അമിതമായ ആത്മവിശ്വാസമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഈ ഭാഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത്. മറിച്ച് ഇതെല്ലാ ആളുകൾക്കും പല പ്രശ്നങ്ങളും ഉണ്ട്. ആ കാര്യവും കാരണവും കണ്ടെത്തിയിട്ട് പരിഹാരം ചെയ്യണം. അതിനു മുന്നേ ഞാൻ എന്നോട് ദയ കാണിക്കണം. ഇന്ന് പുറത്തു കിടക്കേണ്ടതുണ്ട്. ആ പുറത്തു കിടക്കണം. ഈ കടം കൊടുക്കാനുള്ള ആളുകളോടോ ബാങ്ക് മാനേജറോടോ സംസാരിക്കാൻ എനിക്ക് എന്ത് വേണം? ആത്മവിശ്വാസം വേണം. ഈ കടം തീർക്കാനായിട്ട് ഞാൻ പണിക്ക് പോകണം. എൻ്റെ പണി പറ്റില്ലെങ്കിൽ മാറണം, വേറെ വല്ല സൊല്യൂഷൻ ഉണ്ടാക്കണം, വേറെ വല്ല ലോൺ എടുക്കണം. ആ ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ സിബില് ശരിയാക്കണം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പണിക്ക് പോയി മറ്റു പ്രശ്നങ്ങൾ തീർക്കാൻ. ഇതൊന്നുമല്ല, വേറൊരാളുടെ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ച് അതും അയാളോട് സത്യസന്ധമായിട്ട് ഇത്രാം തീയതി തരാം എന്ന് പറഞ്ഞ് മേടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് വേണം. എൻ്റെ കോൺഫിഡൻസ് ഇല്ലാണ്ട് സ്വയം സഹതാപത്തിൽ ഇവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അവിടെ കടം, ആരെങ്കിലും പൈസ തരുമോ? അതിനെ ഞാൻ തിരിച്ചറിയുകയും എന്നോട് ദയ കാണിക്കുന്നത് എനിക്ക് മാത്രമല്ല പല ആളുകൾക്കും ഉണ്ട് എന്ന് നമ്മൾ സ്വയം പറയുമ്പോൾ അനലൈസ് ചെയ്യുന്നു എൻ്റെ പ്രശ്നത്തെ. അല്ലാണ്ട് അതിങ്ങനെ വരും പിന്നെ നോക്കാമെന്നല്ല, മുഴുവനായിട്ട് നമ്മളിത് കണ്ടെത്തണം. ഒരു പേപ്പറിൽ എഴുതണം എന്തൊക്കെ കടമുണ്ടോ നമ്മൾ തന്നെ അറിയേണ്ട നമ്മുടെ പ്രശ്നങ്ങൾ. അത് എഴുതിയുണ്ടാക്കി ഓക്കെ, അത് പരിഹരിക്കാം. വിളിക്കുന്ന ആളോടാ എന്താണ്, ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാം, കുറച്ച് സമയം വേണം.
നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ പറ്റും. അതിൽ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ അയാളത് വിളിക്കും, അയാൾക്കത് കാര്യമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമ്പോൾ അവിടെ ഒരു മാറ്റം സ്വയം സഹതാപമുള്ള ആളുകൾക്ക് ഏതൊരു പ്രശ്നം, ഏതൊരു പരാജയമാണെങ്കിലും പരാജയത്തിലെ കാരണങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് വേദനാജനകമായ ചിന്തകൾ, ഇപ്പൊ രോഗമായിരിക്കാം, വേറെ മറ്റ് പ്രശ്നങ്ങളായിരിക്കാം, അതേപോലെ നമ്മുടെ വൈകാരികമായ അവസ്ഥകളായിരിക്കാം. ഇതിനെ ഒരു മനസമാധാനം അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ നിലനിർത്താനായിട്ട് പറ്റും? ഒന്ന്, വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനം ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറിപ്പോവുക എന്നുള്ളതാണ്. നമ്മൾ വൈകാരികമായിട്ട് നമ്മളോട് തന്നെ പുച്ഛവും സ്വയം സഹതാപവും ഉള്ളപ്പോൾ മറ്റുള്ളവരുടെ മെക്കെട്ട് കയറാനുള്ള ശ്രമം ഉണ്ടാവും. എങ്ങനത്തെ മറ്റുള്ളവർ? നമ്മളെ ആശ്രയിച്ച് നമ്മുടെ കീഴിലാണ് എന്ന തോന്നൽ വരുന്ന ആളുകളോട്, പ്രത്യേകിച്ച് ഭാര്യയും കുട്ടികളോടൊക്കെ ആവാം. അവിടങ്ങളിൽ ഈ ഒരു സ്വഭാവം നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. അടുത്ത സ്വയം സഹതാപത്തിലേക്ക് നമ്മളെ തള്ളിയിടും. ആ മാനസികാവസ്ഥകളെ, ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് അവരങ്ങനെ പ്രതികരിക്കാനും അവരങ്ങനെ ചെയ്യുന്നതിനും കാരണമായ നമ്മുടെ കുഴപ്പങ്ങളിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് നമ്മൾ അവരുടെ വീക്ഷണകോണിലൂടെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ കണ്ടെത്തുക. അപ്പൊ ഈ പ്രശ്നങ്ങൾ എന്താണ്? നമുക്ക് വേദന ഉണ്ടാകുന്ന റിയാലിറ്റികളിലേക്ക് കടന്നു വരുന്നു. ഇതിനെ പരിഹരിക്കേണ്ടതുണ്ട്, ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ കുറച്ച് മാറി നിന്നാൽ, ആ സമയം കടന്നു പോയാൽ ഒരു 3 വട്ടം നമ്മൾ തിങ്ക് ചെയ്യുക എന്ന് പറയാറുണ്ട്. ആ തിങ്കിങ്ങിലൂടെ നമുക്ക് ഈ സിറ്റുവേഷനിലേക്ക് പിന്നെ വരുമ്പോൾ ഇത് നമ്മളെ ബാധിക്കില്ല. അപ്പൊ വീണ്ടും ഒരു സ്വയം സഹതാപം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ മനസമാധാനത്തിലേക്ക് വരാനുള്ള പ്രക്രിയയിലേക്ക് നമുക്കൊന്ന് മാറാൻ പറ്റും. ഒരു കാമായിട്ടുള്ള നടത്താതിരിക്കാം, ഒന്നുമില്ലെങ്കിൽ ഒരു ചായയോ കോഫിയോ കുടിക്കുന്നതായിരിക്കാം. കുറച്ചു നേരം മാറി നിൽക്കുകയാണ്, എല്ലാം ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് നമുക്ക് മാറി നിൽക്കാനായിട്ട് പറ്റും. പിന്നെ മൂന്നാമതായിട്ട് നെഗറ്റീവ് വശങ്ങളെ വിലയിരുത്തിയിട്ട് അതിൽ എന്തൊക്കെ തെറ്റുകൾ നമുക്കുണ്ടാകും, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് എഴുതാൻ പറ്റും. നമ്മുടെ ഈ സ്വയം സഹതാപം ഉണ്ടാവുന്നതിനും നമ്മുടെ പരാജയങ്ങൾക്കും കാരണമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ്? കാരണം ആ നെഗറ്റീവ് നമ്മളെ ഇന്നും തടയുന്നുണ്ട്, ഇന്നിൽ ജീവിക്കുന്നതിൽ നിന്ന്. ഇന്ന് നമ്മൾ ജീവിച്ചാലാണ് നമ്മുടെ ഭൂതകാലം മനോഹരമാകും. കാരണം മനോഹരമായി ജീവിക്കപ്പെട്ട ഇന്നാണ് നല്ലൊരു ഭൂതകാലമായിട്ട് നാളെ മാറുന്നത്. അതാണ് പ്രതീക്ഷ. അവിടെ എന്ത് വേണം? കഴിഞ്ഞ ഭൂതകാലത്തിലെ തെറ്റുകളെ, അതിലെ നെഗറ്റീവ് വശങ്ങളെ നമ്മൾ നോക്കിക്കാണുകയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ ആ നെഗറ്റീവ് വശങ്ങളിൽ നിന്ന് നമുക്ക് നല്ലൊരു പാഠം പഠിക്കാൻ പറ്റും. മറ്റുള്ളവരെ വിലയിരുത്തുന്നതിന് പകരം നമുക്കത് പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം. അവിടെയാണ് നമ്മുടെ കണ്ണാടി മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു വെക്കുന്നത്. നമ്മളിലേക്ക് തിരിഞ്ഞു വെച്ചാൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയുന്നതാണ്, ചുറ്റുമുള്ള, അത് നമ്മൾ എപ്പോഴും നോക്കുന്നതാണ്, ചുറ്റുമുള്ള ആളുകൾക്കും ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ചില ആളുകൾക്ക് അത് പരിഹരിക്കുന്നുണ്ട്. അതിൽ പരിഹരിച്ചു, അവർക്കത് സാധിച്ചു, എനിക്ക് പറ്റില്ല എന്നുള്ള സ്വയം സഹതാപമല്ല, നമുക്കും സാധിക്കും. അമിതമായ ആത്മവിശ്വാസമോ ഒന്നുമല്ല. അവർക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും മറികടക്കും. അതൊരു ദിവസം കൊണ്ടാവില്ല. എന്തിനാ കമ്പയർ ചെയ്യുന്നത്? എല്ലാവരും ഒരേപോലെയല്ല, പക്ഷെ എനിക്ക് പറ്റും. ഈ ജീവിതം എന്ന് പറയുന്നത് ജീവിച്ച് തീർക്കണം മനോഹരമായി തന്നെ. പ്രശ്നങ്ങൾ പല രീതിയിൽ പലർക്കും ഉണ്ട്. നമ്മൾ കാണുന്ന ഭാഗങ്ങളിലൊന്നും അറിയുന്നില്ല, അറിയപ്പെടുന്നില്ല എന്നതിനർത്ഥം മറ്റുള്ളവർക്ക് പ്രശ്നമില്ല എന്നല്ല. അവർക്കൊക്കെ സാധ്യമാകുമെങ്കിൽ എനിക്കും സാധിക്കും എന്ന ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ കാണുക. അവരുടെ കുറ്റങ്ങളും കുറവുകളും അല്ല, മറിച്ച് അവർക്കും പ്രശ്നങ്ങളുണ്ട്, അവരൊക്കെ അതിജീവിക്കുന്നില്ല, ഞാനും അതിജീവിക്കും. എത്രയോ പ്രശ്നങ്ങൾ ലോകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓരോ പ്രശ്നങ്ങളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. നമുക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കുഴപ്പങ്ങളിലും മറ്റുള്ള ആളുകളെ കുറ്റം പറയാണ്ട് അതിലെ തെറ്റുകളിൽ നമ്മൾ നേരത്തെ ഇറങ്ങാത്തത് കൊണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദിവസത്തെ വിലയിരുത്തുമ്പോൾ അതിന് കാരണമായ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കയറിയത്. അപ്പൊ ഒന്ന് മാറി നിൽക്കണം, കാര്യങ്ങൾ ചെയ്യണം. അതൊരു പാഠമാണ് ഇന്നുണ്ടായത്. ആ വ്യക്തിപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലൂടെ ഇന്നിലെ പ്രശ്നങ്ങൾ നാളെ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. നാളെ ആ സിറ്റുവേഷൻ ആവില്ല, വേറെ സിറ്റുവേഷനിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തും. അപ്പൊ നമുക്ക് മനോഹരമായ ഒരു ഇന്നിനെ കിട്ടും. അതിലൂടെ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ്. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യണം? സന്തോഷം ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുക. മൈൻഡ്ഫുൾനെസിന്റെ ഒക്കെ പ്രാക്ടീസിന്റെ ക്രിയാത്മകമായ ഒരു കാര്യം പറയുന്നത്, ഇന്ന് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട്. യാത്രയാണെങ്കിൽ ആ ചെറിയ യാത്രകൾ ചെയ്യാൻ പറ്റും. നമ്മൾ പറയാറുണ്ട്, സന്തോഷം ഉണ്ടാവാനായിട്ട് നമുക്ക് പൈസ കൊടുത്ത് ഊട്ടിയിലും കൊടൈക്കനാലിലോ കാശ്മീരിലോ മാത്രമല്ല, നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള
ചെറിയ പൈസ കൊടുത്തു പോകുന്ന ഒരു പാറക്കെട്ടിൽ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ കാണാത്ത വയലോരങ്ങളിൽ പോയിട്ട് നമുക്ക് ഇരിക്കാം. ഒരു പുഴയുടെ തീരത്ത്, ഒന്നുമല്ല, പാടത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ തോട്ടിൽ മഴയില്ലാത്തപ്പോൾ ആ തോട്ടിലെ മീനുകളെയും മറ്റുള്ളവരെയും നോക്കി ഇരിക്കാൻ പറ്റുന്ന സന്തോഷാവസ്ഥ അത് നമ്മൾ കണ്ടെത്തണം. ഏതാണ് നമുക്ക് പറ്റുന്നത്? അത് നോക്കുമ്പോൾ മറ്റു ചിന്തകളെയൊക്കെ മാറ്റി വെച്ച് അവിടുത്തെ ജീവിതങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ, അവിടെ നടക്കുന്ന ജൈവ വൈവിധ്യം എന്ന് തുടങ്ങി നമ്മുടെ ഫാമിലിയെയും കൂട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം. അതിൽ നിൽക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ ആലോചിക്കാതെ അവിടുത്തെ തമാശകളും അന്നത്തെ കാര്യം, ആ നിമിഷത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, അവിടെ അവരോട് തമാശകൾ പറയുക, അതും നമ്മളെ സ്വയം സഹതാപത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നന്ദിയുടെ പട്ടിക നമ്മൾ ഉണ്ടാക്കുക. നമുക്ക് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ വീടുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇതൊന്നുമില്ല, നമ്മളൊരു വാടക വീട്ടിലാണ്, നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം ഇപ്പൊ തൽക്കാലം ഉണ്ട്, എനിക്ക് നല്ല രീതിയിലേക്ക് നടക്കാനായിട്ട് പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. എത്രയോ ഇതില്ലാത്ത ആളുകളുണ്ട്. ഓരോ ആളുകൾക്കും ഇപ്പൊ ഈവൻ നമ്മൾ പറയാറുണ്ട്, വികലാംഗരായ ആളുകൾ നന്ദിയുടെ പട്ടിക തയ്യാറാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു കാലം എനിക്കില്ലാത്തതുള്ളൂ, എൻ്റെ കയ്യിനൊന്നും സംഭവിച്ചിട്ടില്ല. വളരെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എനിക്ക് അത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. അവിടങ്ങളിലും അവർക്ക് വലിയൊരു നന്ദിയുടെ പട്ടിക ഉണ്ടാക്കാൻ, ഈ ജീവിതത്തോട് കൃതജ്ഞത നിറഞ്ഞ മനോഭാവത്തോടെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും. എങ്ങനെ ജീവിതത്തെ നോക്കുകയാണെന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, എനിക്കൊരു വീൽ ചെയർ കിട്ടിയിട്ടുണ്ട് എന്ന് തുടങ്ങി അയാൾ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ഓരോ മനുഷ്യനും അവന്റെ നന്ദിയുടെ പട്ടികയുണ്ട്. തൻ്റെ ജീവിതം ബാക്കിയായതിന്, തനിക്ക് ഇനിയുള്ള മണിക്കൂറുകൾ, വലിയൊരു അസുഖമാണെങ്കിൽ പോലും നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ നന്ദിയുള്ളവനാണ്, മറ്റു ആളുകൾ എന്നെ സഹായിക്കുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, ഈ സമൂഹത്തിലെ ആളാണ്. സമൂഹത്തിലെ ആളുകളുമായി ചേർന്ന് എൻ്റെ സ്വാർത്ഥതയെ കുറച്ച് ചുരുക്കിക്കൊണ്ട് മറ്റു മനുഷ്യരുമായി ചേർന്നുകൊണ്ട്, അപ്പോഴാണ് നന്ദി മറ്റുള്ളവരോട് കാണിക്കണം. മറ്റു പലരും കാണിക്കുന്ന കൃപയുണ്ട്. മറ്റു മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് സ്വയം സഹതാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത, നമുക്ക് സ്വയം സഹതാപം ഉണ്ട് എന്ന് കണ്ടെത്തി ചെയ്യേണ്ട ടെക്നിക്കുകളാണ്. ഇതല്ലാതെ ഒരു തരത്തിലും ഇതൊന്ന് പുറത്തു കിടക്കാനോ ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നമ്മൾ ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ, സയന്റിഫിക് ആയിട്ട് തന്നെയുള്ള ചികിത്സാ രീതികൾ എടുക്കണം. അവരെ കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ എന്നുള്ള ഉറപ്പുവരുത്തണം. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിരവധി വ്യാജ ആളുകളുണ്ട്. അല്ലാതെ ഒരു സ്ഥലത്തുള്ള ക്ലിനിക്, ഓൺലൈൻ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേയാണ് മനഃശാസ്ത്ര കാര്യങ്ങൾ നമ്മൾ സമീപിക്കാൻ പാടൂ. ആളുകളെല്ലാം എല്ലാവരുടെ അടുത്തും പോയിട്ട് നമ്മൾ ഈ തെറാപ്പികൾക്ക് സമീപിച്ചു കഴിഞ്ഞാൽ വിപരീത ഫലം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുകയും അത്യാവശ്യം വേണ്ടി വന്നാൽ അവർ പറയുന്ന ക്രമം അനുസരിച്ചുകൊണ്ട് സൈക്കാട്രി വിഭാഗത്തിലെ ഡോക്ടേഴ്സിനെ കണ്ടുകൊണ്ട് വേണ്ട മെഡിസിനുകൾ എടുക്കാനും അതിലൂടെ അവർക്ക് കുറേയൊക്കെ മാറ്റങ്ങളിലേക്ക് കടന്നു വരാനൊക്കെ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ.